സ്വാഗതം ചെയ്യുന്നു ശുഭാസിനെ വേദിയിലേക്ക്. AVT പ്രീമിയം വനിതാ രത്നം. സ്വാമിജി നമസ്കാരം. ഇന്നത്തെ തലമുറ പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം വിൻസെൻ്റ് നോർമാൻ പീലെ അല്ലെങ്കിൽ ഡെയിൽ കാർണിൽ ഇങ്ങനെയുള്ള പേരുകളോ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളാണ് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ ഞാനെപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോസിറ്റീവ് പവറിൻ്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവ് സ്വാമിജിയായിരുന്നു എന്നാണ്. ഏതൊരു സന്ദർഭത്തിലും ഞാൻ ഓർക്കുന്നത് അങ്ങയുടെ വരികളാണ്. ചുണക്കുട്ടികളെ, നിങ്ങൾ ധീരന്മാരായിരിക്കുവൻ. നായ്ക്കുട്ടികളുടെ കുരകേട്ട് നിങ്ങൾ ഭയപ്പെടരുത്. കാരണം നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവരാണ്. ഞാൻ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രിസൈസായിട്ടുള്ള, ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് സ്വാമിജിയുടെ ഈ വചനങ്ങളാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ശക്തി സ്രോതസ്സാവുന്ന വചനങ്ങൾ നൽകിയിട്ടുള്ള, ലോകമെമ്പാടും ആരാധിക്കുന്ന അങ്ങയെ AVT പ്രീമിയം വനിതാ രത്നത്തിൻ്റെ ഈ വേദിയിൽ ലഭിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. വ്യക്തിപരമായിട്ട് പ്രണാമം. ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ആത്മവിശ്വാസമുള്ളവർക്ക് ഈശ്വര വിശ്വാസികളാകാനാവും. നരസേവ നാരായണസേവ, മാനവസേവ മാധവസേവ. നിങ്ങൾ നിങ്ങളുടെ ചുണ്ടുകൾ അടയ്ക്കൂ, ഹൃദയങ്ങൾ തുറക്കൂ. ഉദ്ദിഷ്ടത ജാഗ്രത, പ്രാപ്യവാരാൻ നിബോധത. സ്വാമിജി വരും തലമുറയ്ക്ക് അറിയാൻ വേണ്ടിയിട്ട് സ്വാമിജിയുടെ ഗുരുവിൻ്റെ പേരൊന്ന് പറഞ്ഞാലും. ശ്രീ രാമകൃഷ്ണ പരമഹംസരാണ് എൻ്റെ മാന്യ, ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന എൻ്റെ ഗുരു. സ്വാമിജി ഇന്ത്യക്ക് വെളിയിൽ മതസമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഏത് രാജ്യത്ത്, എവിടെയായിരുന്നു, ഏത് സിറ്റിയിലായിരുന്നു അത്? ഏറ്റവും പ്രസിദ്ധമായി ഞാൻ പങ്കെടുത്ത മതസമ്മേളനം അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് 1893 സെപ്റ്റംബർ 11 നടന്ന ചിക്കാഗോ സെനറ്റിൽ വെച്ച് നടന്ന മതസമ്മേളനമായിരുന്നു. സ്വാമിജി ആ കാലത്ത്, വളരെ കാലം മുമ്പ് കേരളം സന്ദർശിക്കുകയുണ്ടായി. അന്ന് കേരളത്തെ എന്തോ ഒരു പേര് പറഞ്ഞ് അങ്ങ് വിളിക്കുകയുണ്ടായി. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ കേരളം സന്ദർശിച്ച കാലത്ത് ഇവിടുത്തെ ജാതി മത വർണ്ണ വർഗഭേദം എന്നെ വല്ലാതെ ഉലച്ചു. അന്ന് ഞാൻ കേരളം ഒരു ഭ്രാന്താലയമെന്ന് പറഞ്ഞു. സ്വാഗതം ചെയ്യുന്നു ഷിമ ഷൈജുവിനെ ഈ വേദിയിലേക്ക്. AVT പ്രീമിയം വനിതാ രത്നം. தலைவரே வணக்கம். வணக்கம். எப்படி இருக்க? ரொம்ப நல்லா இருக்கேன். நல்லா இருக்கீங்களா? ரொம்ப நாள் ஆசை உங்களை பார்க்கணும்னு நினச்சிட்டேன். இப்போ இந்த AVT ப்ரீமியம் வனிதா ரத்னம் இந்த வேதியில் ஐம் ஸோ தேங்க்ஃபுல். எனக்கு அப்படி ஒரு சான்ஸ் கிடச்சதுக்கு. எப்படி உங்கள் தமிழ்நாட்டில் எப்படி இருக்குது சார்? நல்லா இருக்கா? ரொம்ப நல்லா. அரசியல் எல்லாமே நல்லா இருக்குல்ல? எல்லாரும் நல்லா இருக்கேன். ஓகே. இங்கே நல்லா இருக்காங்களா? ഒരളവൊക്കെ ഓക്കെ സാർ. ഓക്കെ. ഒരുപാട് സന്തോഷം ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെ AVT പ്രീമിയം വനിതാ രത്നത്തിൽ உங்களோட பார்க்கறதுக்கு ரொம்ப நன்றி. ஏதாவது உங்களுக்கு கேட்குமா நான் சொல்கிறது? எல்லாருக்கும் நான் வந்து ரொம்ப அப்செட்டு. ஏன் தெரியுமா? அந்த முல்லைப்பெரியார் டாம் வந்து ரொம்ப குழப்பிச்சாச்சு. நம்ம கேரளா கவர்மெண்ட் ரொம்ப குழப்பிச்சாச்சு. இந்த நிமிஷத்தில் வந்து சுப்ரீம் கோர்ட்டு விதி
நம்ம தமிழ்நாட்டு மக்களுக்கு சொந்தம். இப்போ வந்து முல்லைப்பெரியார் டேம் வந்து யாருக்கு சொந்தம்? நம்ம தமிழ்நாட்டு மக்களுக்கு. ஏதாவது கேளுங்க சார். கேரளா பொலிட்டிக்ஸ் அரசியலை பற்றி உங்கள் கமெண்ட் என்ன? ஐயோ ஐயோ ஐயோ, ரொம்ப மோசம். என்ன இது தமிழ்நாட்டு கண்டு படுக்க. நீங்கள் அரசியல் இருக்கும்போது உங்களுக்கு எதிராளியாக வந்தவங்க பிரகத்பனார ரொம்ப பிரசித்தமான ஒரு நடிகர், அவங்க பேர் கொஞ்சம் சொல்கிறீங்களா? அவங்க பேர் மட்டும் எங்கிட்ட சொல்லக்கூடாது, ரொம்ப கோபம் வந்து. ஆம்தா எம்ஜிஆர் மலையாளி தானே? சொல்ல மாட்டேன். சரி, வேற ஏதாவது கேளுங்க. நன்றி. நீங்கள் திரும்பியும் சிஎம் ஆகிடுச்சுங்க. அங்கே ஆப்போசிஷன் பிரதிபட்சம் எல்லாம் எப்படி இருக்காங்க? வாழ்க்கையை போர்க்கலாம், வாழ்ந்துதான் பார்க்கணும். ஓகே அது மட்டும்தான். ஓகே தேங்க்யூ.